3 മത്സരങ്ങൾ ജയിച്ച് പരമ്പര നേടി നിൽക്കുന്നൊരു സമയത്ത് സ്വാഭാവികമായിട്ടും പരീക്ഷണങ്ങൾക്ക് നമ്മൾ മുതിരും എന്നത് തീർച്ചയാണല്ലോ. നമ്മൾ 5 സ്പെഷ്യലിസ്റ്റ് ബോളർമാരെയും കൊണ്ടാണ് വന്നത്. ഹർഷിത് റാണയും ഹർഷദീപ് സിംഗും ജസ്പ്രീത് ബുംറയും പിന്നെ കുൽദീപ് യാദവും രവി ബിഷ്ണോയും ഓൾറൗണ്ടറായിന്നാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത്. ഇതിൽ ഹർഷിത് റാണയും രവി ബിഷ്ണോയും കൂടെ ചേർന്ന് മാത്രം 100 റൺസ് വിട്ടുകൊടുക്കുന്നുണ്ട് ഈ കളിയിൽ. ഹർഷിത് റാണ 54 റൺസ് വിട്ടുകൊടുക്കുന്നുണ്ട്. രവി ബിഷ്ണോയി കഴിഞ്ഞ മത്സരത്തിൽ പിന്നെ ഫോമായിട്ട് മനുഷ്യനാണ്, പക്ഷേ ഇന്ന് അദ്ദേഹം നന്നായി പിന്നെ റൺസ് വിട്ടുകൊടുക്കുന്നത് കണ്ടു. എറിഞ്ഞ ബോളർമാരൊക്കെ 30 റൺസിന് മേലെ വിട്ടുകൊടുത്തിട്ടുണ്ട്. അതേസമയം ഹാർദിക് പാണ്ഡ്യയും ശിവൻ ദുബെയും നമ്മളിന്ന് ഉപയോഗപ്പെടുത്തിയിട്ടേ ഇല്ല എന്നതുകൂടി മറന്നു പോകരുത്. എന്ന് പറഞ്ഞാൽ ബോളർമാർ നന്നായി തല്ലുകൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തും 2 ഓൾറൗണ്ടർ ഓപ്ഷൻസ്, അതും 4 ഓവറൊക്കെ നമ്മൾ സ്ഥിരമായി ഹാർദിക് പാണ്ഡ്യയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഓപ്ഷനെ നമ്മളവിടെ പരീക്ഷിച്ചിട്ടില്ല എന്നുള്ളത് ഒരു സംഗതിയാണ്. മറ്റൊന്ന്, ന്യൂസിലാൻഡ് ബാറ്റർമാർ നമ്മുടെ സ്പിന്നർമാരെ പിന്നെ കഴിഞ്ഞ ഏകദിന പരമ്പര മുതൽ തന്നെ നന്നായി പ്രഹരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്നും കണ്ടത്. എന്ന് പറഞ്ഞാൽ രവി ബിഷ്ണോയ്ക്ക് ചില ഓവറുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പേസാണ് യൂസ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഓരോ ഓവറിൽ അദ്ദേഹം 100-ന് മുകളിൽ നിരന്തരം പന്തെറിഞ്ഞുകൊണ്ടിരിക്കുക, നന്നായി അടിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ എനിക്ക് സ്പിന്നറാണ് 100-ന് അതെ, അതാണ് എനിക്കിതിൽ പറയാനുള്ളത്. പിന്നെ കുൽദീപ് യാദവ് വരുന്നതിനും പിന്നെ ഡാരൽ മിച്ചൽ വരുന്നതിന് മുമ്പ് കുൽദീപ് യാദവിൻ്റെ 4 ഓവറും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിൽ കുൽദീപിനെ സംബന്ധിച്ചൊരു ഭാഗ്യം. അദ്ദേഹത്തിന് ഓൾറെഡി നന്നായി അടികൊണ്ടുണ്ട്. പക്ഷേ കുൽദീപ് യാദവും പിന്നെ ഡാരൽ മിച്ചലും നേർക്ക് നേർ വരുന്ന സമയത്തൊക്കെ അവിടെ ഡാരൽ മിച്ചലിൻ്റെ ഡൊമിനൻസ് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട്. ഇന്നത്തെ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഡാരൽ മിച്ചൽ അവസാനം നന്നായി അടിക്കുന്നുണ്ട്, പക്ഷേ അപ്പോഴേക്കും കുൽദീപ് യാദവിൻ്റെ ഓവറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ റൺസ് അവർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ പരീക്ഷണത്തിന് മുതിർന്നൊക്കെ ശരി തന്നെ, പക്ഷേ ഇങ്ങനെ ഒരു പരീക്ഷണത്തിന് സ്വാഭാവികമായിട്ടും ലോകകപ്പിൽ നമുക്ക് ഇങ്ങനൊരു പരീക്ഷണം നമുക്ക് നടത്താൻ കഴിയില്ല. കാരണം പിന്നെ ഞാൻ ശ്രേയസ് അയ്യരെ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചു. കാരണം ഇനി 2 മത്സരങ്ങളാണ് അവശേഷിക്കുന്നത്. ശ്രേയസ് അയ്യരെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. തിലക് വർമ്മ ഇല്ലാത്തൊരു സമയമാണ്. ഇഷാൻ കിഷനെ പുറത്തിരുത്തിയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും T20യിൽ നന്നായി ഡൊമൈൻ ചെയ്ത് പിന്നെ നല്ല ഡൊമിനൻസ് ഉള്ള ശ്രേയസ് അയ്യരെ പോലെ ഒരാളെ നമ്മൾ പരീക്ഷിക്കാതെ പോയതിൽ പ്രശ്നമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ നമ്മൾ പിന്നെ സൈഡ് ബെഞ്ചിൽ ഇരുത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ജസ്പ്രീത് ബുംറയും ഹർഷദീപ് സിംഗും നന്നായിട്ടാണ് പന്തെറിഞ്ഞ് തുടങ്ങിയത്. പക്ഷേ അവസാന ഘട്ടത്തിൽ പിന്നെ സാന്നറും ഡാരൽ മിച്ചലൊക്കെ ചേർന്നിട്ട് ജസ്പ്രീത് ബുംറയും അടിക്കുന്നുണ്ട്, ഹർഷദീപ് സിംഗിനെയും അടിക്കുന്നുണ്ട്. അതുകൊണ്ട് 39 ഒരാൾ 39, ഒരാൾ 49, ഒരാൾ 54, ബാക്കി എല്ലാ ബോളർമാരും 30-ന് മുകളിൽ റൺസ് വിട്ടുകൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് നമുക്ക് ആദ്യം പഠിച്ചത്. ഇതിലൊരു പോസിറ്റീവ് സംഗതി കാണുന്ന ഈ മത്സരത്തിൽ നമ്മുടെ ഫീൽഡിംഗ് ആണ്. പ്രത്യേകിച്ച് റിങ്കു സിംഗ്, എടുത്തു പറയേണ്ട പേരുകളെന്നാണെന്ന് തോന്നുന്നു. കുറേ കാലമായി കൊണ്ട് അദ്ദേഹം ഫീൽഡിൽ പിന്നെ മനോഹരമായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇന്നത്തെ മത്സരത്തിൽ 4 ക്യാച്ചാണ് റിങ്കു സിംഗ് എടുത്തേക്കുന്നത്. T20 ക്രിക്കറ്റിൽ അതൊരു ഒരു ഒരു ഹിസ്റ്ററിയാണ്. അജിൻക്യ രഹാനയ്ക്ക് ശേഷം ഒരു മത്സരത്തിൽ 4 ക്യാച്ച് എടുക്കുന്ന പിന്നെ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് റിങ്കു സിംഗ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഇപ്പോൾ കമൻട്രിയിൽ ഇരുന്നു കൊണ്ടൊക്കെ കമൻറ്റേറ്റേഴ്സ് പറയുന്നുണ്ടായിരുന്നു, പന്ത് എവിടെ പോകുന്നു അവിടെയൊക്കെ റിങ്കു സിംഗിനെ കാണുന്നത്, നന്നായി എഫേർട്ട് ചെയ്ത് ഫീൽഡ് ചെയ്യുന്ന അദ്ദേഹത്തെ കാണുന്നു എന്നുള്ളതാണ്.